അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മുസ്ലിങ്ങളെല്ലാവരും ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന ആ ഒരു സന്തോഷ സുദിനത്തിലാണുള്ളത്. ഇവിടെ ഇസ്ലാമിലെ ആഘോഷം എന്ന സങ്കല്പം, അതുപോലെ തന്നെ ലോകത്ത് വ്യത്യസ്തങ്ങളായ മതങ്ങൾ, സംസ്കാരങ്ങൾ, അവർക്കൊക്കെ ഇടയിലുള്ള ആഘോഷങ്ങളുടെ സങ്കല്പം, ഇവ തമ്മിലൊരു താരതമ്യം, ഒരു ചിന്ത വളരെ ഉചിതമായിരിക്കും എന്നാണ് തോന്നുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഇപ്പോൾ ഇന്ത്യ, നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തങ്ങളായ ഒരുപാട് മതങ്ങളുടെയും ആശയങ്ങളുടെയൊക്കെ ഒരു സംഗമ വേദിയാണ്. അതുകൊണ്ട് തന്നെ അനവധി ആഘോഷങ്ങൾ, ഒരുപാട് തരത്തിലുള്ള ഫെസ്റ്റിവലുകൾ, സെലിബ്രേഷനുകളൊക്കെ പലതരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ടും മതങ്ങളുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ലോകത്ത് തന്നെയും ഒരുപാട് ആഘോഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ആഘോഷങ്ങൾ എന്നതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ന് ആധുനിക കാലത്ത് മനുഷ്യർ ആഘോഷങ്ങളെ കാണുന്നത് തന്നെ എന്തിനുമുള്ളൊരു ഒരു മനുഷ്യൻ്റെ അയാളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒഴിവ് ദിവസങ്ങൾ, പ്രത്യേകിച്ച് ജോലിയും മറ്റു കാര്യങ്ങളിലൊക്കെ മാറി ഒഴിവ് ദിവസം കിട്ടുന്നു. ആ ദിവസം തന്നെ എന്തുമാകാം, എല്ലാറ്റിനുമുള്ളൊരു സ്വാതന്ത്ര്യം ഉള്ള, എന്ത് ചെയ്താലും, അത് ഇപ്പോൾ അക്രമങ്ങളായാൽ പോലും, അല്ലെങ്കിൽ എല്ലാ സ്വാതന്ത്ര്യവും ലഭിക്കുന്നൊരു ദിവസം, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ സെലിബ്രേഷൻ എന്ന പേരിൽ എന്തും കാണിച്ചു കൂട്ടാവുന്നൊരു ദിവസമായിട്ടാണ് പലപ്പോഴും ആളുകൾ ആഘോഷത്തെ കാണാറുള്ളത്. ആഘോഷങ്ങളുടെ ഒരു ബാക്കി പത്രം എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് ദൂർത്തും, അതുപോലെ തന്നെ കുറേ മനുഷ്യന് ആവശ്യമുള്ള മനുഷ്യൻ്റെ സമ്പത്തും, അതുപോലെ തന്നെ ഊർജ്ജവും ആരോഗ്യവും ഒക്കെ പാഴാക്കി കളയുന്ന കുറേ സമയങ്ങളും, അതുപോലെ തന്നെ പരിസ്ഥിതിക്കും, അതുപോലെ തന്നെ മൊത്തം അല്ലെങ്കിൽ സഹജീവികൾക്കും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മലിനീകരണങ്ങളും, സമൂഹങ്ങൾ തമ്മിലുണ്ടാക്കുന്ന വിള്ളലുകൾ, കമ്മ്യൂണലായിട്ടുള്ള ഇഷ്യൂസുകളും, കുറേ ആളുകൾ അതിൻ്റെ പേരിലുള്ള കുറേ പ്രശ്നങ്ങളും, വയലൻസും, സാമൂഹ്യ വിരുദ്ധർക്കുള്ള ഒരു അഴിഞ്ഞാട്ടത്തിൻ്റെ കേന്ദ്രവും ഒക്കെ ആയിട്ടാണ് പലപ്പോഴും ഈ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഫെസ്റ്റിവലുകൾ ഇന്ന് ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് നമുക്ക് ഇസ്ലാമിലെ ആഘോഷവും മറ്റ് ആഘോഷങ്ങളും തമ്മിലുള്ള താരതമ്യ പഠനം ഉചിതമായിരിക്കുമെന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണല്ലോ ഉത്തരേന്ത്യയിൽ ഹോളി ആഘോഷം നടന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഹോളി ആഘോഷങ്ങളുടെ ഒരു രൂപവും ആ സമയത്ത് വരുന്ന വാർത്തകളും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്കത് കാണാൻ കഴിയും. മറ്റുള്ളവരെ, തങ്ങളുടെ ആഘോഷം ആഘോഷിക്കാത്ത, അതിൽ താല്പര്യമില്ലാത്തവർ, അല്ലെങ്കിൽ മറ്റു മതസ്ഥരായ ആളുകളെ നിർബന്ധിച്ച് ആഘോഷിപ്പിക്കുക, നല്ല രൂപത്തിൽ വസ്ത്രം ധരിച്ച് പോകുന്ന ആളുകളെ പോലും നിർബന്ധിച്ച് അവരുടെ നിറങ്ങളുടെ ആഘോഷം എന്നുള്ള പേരിൽ അവരുടെ ഡ്രസ്സുകളിലേക്കുമൊക്കെ നിറം വാരി ചാർത്തുന്ന, അല്ലെങ്കിൽ നിരത്തിലും മറ്റ് കാര്യങ്ങളിലും, ഇപ്പോൾ പൊതുഗതാഗത സംവിധാനങ്ങളിൽ പോലും, ഓടുന്ന ട്രെയിനിലൊക്കെ നിറങ്ങൾ വാരി ഒഴിക്കുക, അങ്ങനെ തുടങ്ങി ഒരുപാട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും, അതുപോലെ തന്നെ തങ്ങളുടെ ആഘോഷം അത് മറ്റുള്ളവരും കൂടി ആഘോഷിച്ചാലേ പറ്റൂ എന്ന് നിർബന്ധിച്ച് ആഘോഷിപ്പിക്കുന്ന ആളുകളെയും, അങ്ങനെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു കുത്തരങ്ങായി മാറുന്ന വീഡിയോകളും മറ്റു കാര്യങ്ങളും ഒക്കെ വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. അതുമാത്രമല്ല, ഈ ഒരു വർഷം പ്രത്യേകമായിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അത് പൊതുജനമധ്യത്തിൽ, ആഘോഷങ്ങൾ പട്ടാപ്പകൽ പൊതുജനമധ്യത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമങ്ങൾക്കുള്ള ഒരു അവസരമായി സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ ആഘോഷങ്ങൾ, ഈ ഇത്തരം ഹോളി പോലുള്ള ആഘോഷങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്. 170% വർധനമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അസോൾട്ടുകളിൽ ഈ ഹോളി ആഘോഷകാലത്ത് ഉണ്ടായത് എന്ന് വാർത്തകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഇസ്ലാം എങ്ങനെയാണ് യഥാർത്ഥ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ദൈവിക മതം എങ്ങനെയാണ് ആഘോഷത്തെ കാണുന്നത്, എങ്ങനെയാണ് മനുഷ്യർ ആഘോഷത്തെ എന്തായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാം ആഘോഷത്തെ കാണുന്നത് ഒരേ സമയം അത് വിനോദത്തിനും, അതുപോലെ തന്നെ സന്തോഷിക്കാനും, നന്മകൾ പങ്കുവെക്കാനും ഉള്ളൊരു വേദി അതോടൊപ്പം തന്നെ മഹത്തരമായതും ആരാധനയോടുകൂടി ആരാധനകൾ ഉൾപ്പെടുന്നതുമായിട്ടുള്ള ഒരു സന്ദർഭമായാണ് ഇസ്ലാം ആഘോഷങ്ങളെ കാണുന്നത്. അതിന് മഹത്വമുണ്ട്, അതിൻ്റെതായ രൂപങ്ങളുമുണ്ട്. ഇസ്ലാം മനുഷ്യർക്ക് എന്താണ് ആഘോഷം, ആഘോഷവേളകളെ എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കേണ്ടത് എന്നും പെരുമാറേണ്ടത് എന്നും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ലോകത്തെ നടക്കുന്ന ആഘോഷങ്ങളെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തൊക്കെയാണ് ലോകത്ത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉള്ളത്? വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുണ്ട്. ഏതെങ്കിലും ഭക്ഷ്യധാന്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഒക്കെ വിളവെടുക്കുന്ന സമയത്ത്, ആ സമയത്ത് ധാന്യങ്ങളൊക്കെ വിളവെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആഘോഷങ്ങൾ, പലപ്പോഴും അത്തരം ആഘോഷങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതേ ഭക്ഷണ സാധനം അല്ലെങ്കിൽ ആ ഒരു ധാന്യ വിള അതിനെ ധൂർത്തടിക്കുക എന്നല്ല, അതിനേക്കാൾ അപ്പുറത്ത് അതിനെ പാഴാക്കി കളഞ്ഞുകൊണ്ട് നിരത്തുകളിലും, അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് ഫൈറ്റുകൾ, തല്ലുകൾ എറിഞ്ഞ് അത് മറ്റുള്ളവരുടെ ശരീരത്തിലൊക്കെ എറിഞ്ഞ്, അങ്ങനെയുള്ള ഇപ്പം സ്പെയിനിൽ നടക്കുന്ന ലാ ടൊമാറ്റിനോ എന്ന് പറയുന്ന ആഘോഷം അത്തരത്തിലുള്ളൊരു ആഘോഷമാണ്. അഥവാ ആ ഭക്ഷ്യധാന്യത്തെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടത് ആഘോഷങ്ങൾ രൂപപ്പെട്ടു വരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അത് പിന്നീട് തക്കാളി പരസ്പരം, ഒരു ഭക്ഷണ സാധനമാണല്ലോ തക്കാളി, അത് പരസ്പരം എറിഞ്ഞ് അത് പാഴാക്കി കളഞ്ഞുകൊണ്ട് ആണ് ആളുകൾ അതിനെ സന്തോഷം പ്രകടിപ്പിക്കുക, ആഹ്ലാദം പ്രകടിപ്പിക്കുക എന്നതായി. അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം തന്നെ
2024 ഏകദേശം 150 ടൺ തക്കാളിയാണ് ഒരു മണിക്കൂർ കൊണ്ട് 22,000 ആളുകൾ ആ ആഘോഷത്തിൽ ആ തല്ലിൽ പങ്കെടുത്ത ആളുകൾ 150 ടൺ തക്കാളിയാണ് ഒരു മണിക്കൂർ കൊണ്ട് എറിഞ്ഞ് നശിപ്പിച്ചത് എന്ന് കാണാൻ കഴിയും. അതുപോലെ സമാനമാണ് ഇറ്റലിയിലെ ബാറ്റിൽ ഓഫ് ഓറഞ്ചസ് എന്ന് പറയുന്നത്. ഓറഞ്ചുകൾ പരസ്പരം ഇതുപോലെ തക്കാളി പോലെ ടൊമാറ്റോനെ പോലെ എറിഞ്ഞ് അത് ഉപയോഗിച്ച് തല്ല് സംഘടിപ്പിച്ച് അങ്ങനെയുള്ള ഒരു മത്സരം എന്ന് പറയുന്നത്. 2025 900 മുതൽ 1000 ടണ്ണ് വരെയുള്ള ഓറഞ്ചാണ് 3 ദിവസം കൊണ്ട് ഈ ആഘോഷങ്ങളിലൂടെ നശിപ്പിക്കപ്പെട്ടത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഒരു മതമുള്ളവനും ഇല്ലാത്തവനും എന്നുള്ള ഭക്ഷണത്തോട് കാണിക്കുന്ന ഒരു ആദരവുണ്ട്. മനുഷ്യൻ അന്നം എന്ന് പറയുന്നത് അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഭക്ഷണം താൻ കഴിക്കുന്ന തൻ്റെ ജീവിത നിലനിൽപ്പിൻ്റെ ഒരു ആധാരമായിട്ടുള്ള ഭക്ഷണത്തോട് ഏതൊരു മനുഷ്യൻ ആദരവ് പ്രകടിപ്പിക്കാറുണ്ട്. കാരണം മനുഷ്യൻ സമ്പാദിക്കുന്നത്, മനുഷ്യൻ ജോലി എടുക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ പ്രധാനമായിട്ടും. അപ്പോൾ ഭക്ഷണത്തോട് ആ ഭക്ഷണം ലഭിക്കുന്നു അല്ലെങ്കിൽ അത് വിളവെടുക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇസ്ലാമിൻ്റെ ചിന്താഗതിയും ഇസ്ലാം പഠിപ്പിക്കുന്ന സങ്കല്പവും മറ്റ് മനുഷ്യരുണ്ടാക്കിയതും അല്ലെങ്കിൽ മറ്റു പല സംസ്കാരങ്ങളിലൂടെ ഉടലെടുത്ത് വന്ന ആഘോഷങ്ങളുടെ ആ ഒരു സങ്കല്പവും തമ്മിൽ എത്ര വ്യത്യാസമാണ് നമുക്കിവിടെ ബോധ്യപ്പെടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൽ വിളവെടുപ്പ് സമയത്ത് ഇസ്ലാം ആഘോഷത്തിന് പകരം ഇസ്ലാം അവിടെ നിശ്ചയിച്ചത് സക്കാത്താണ്. ഇസ്ലാമിൽ സമ്പത്തിന് സ്വർണം, വെള്ളി അല്ലെങ്കിൽ കറൻസി ഇതിന് മാത്രമല്ല സക്കാത്തുള്ളത്. ഒരു പക്ഷേ അറിയാമായിരിക്കും, വിളവെടുക്കുന്ന സമയത്ത് ആ വിളവെടുക്കുന്ന ധാന്യ വിളകൾ അത് ഇത്ര അളവിൽ കൂടുതലാണെങ്കിൽ, അത് ഒരു വലിയ ഒരു ശേഖരമാകാൻ പറ്റുന്ന രൂപത്തിൽ ഇത്ര അളവിൽ കൂടുതലാണെങ്കിൽ അതിന് ഇസ്ലാം സക്കാത്ത്, ആ വിളവെടുക്കുന്ന സമയത്ത് അതിന് സക്കാത്ത് കൊടുത്തു വിട്ടേണ്ടതാണ്. സ്വന്തം നിലക്ക് അതിന് ജലസേചന മറ്റു കാര്യങ്ങളൊക്കെ യന്ത്രമോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ജലസേചനത്തിന് തൻ്റെ പക്കൽ നിന്ന് പൈസ ചിലവായിട്ടുണ്ടെങ്കിൽ ആ സക്കാത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടും. അതല്ല മഴയോ മറ്റോ വെച്ച് സ്വന്തം നിലക്ക് പൈസ ചിലവൊന്നും ഇല്ലാതെ മഴയും മറ്റ് പുഴയും അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജലസ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജലസേചനം നടന്ന കൃഷിയാണെങ്കിൽ അതിന് ഇത്ര സക്കാത്തും എന്നൊക്കെ ഇസ്ലാം കൃത്യമായി അതിനെ ആ സമയത്ത് മറ്റുള്ളവർക്ക് കൂടി ആ ഭക്ഷണ സാധനങ്ങൾ പങ്കുവയ്ക്കുക, ദൈവത്തിന് നന്ദി കാണിക്കുക, മറ്റുള്ളവർക്ക് കൂടി സഹജീവികൾക്ക് കൂടി ആ സന്തോഷം പങ്കിടുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലൂടെ അത് ഏതെങ്കിലും ഒരു ആഘോഷത്തെ പ്രത്യേകം എടുത്ത് പറയുക, ലോകത്ത് നടക്കുന്ന ഏത് തരത്തിലുള്ള ഇത്തരം ആഘോഷങ്ങളായിരുന്നാലും ഇതിനെ പാഴാക്കുക എന്ന ഇതുപയോഗിച്ച് മനുഷ്യൻ്റെ വെറും ആഹ്ലാദത്തിന് വേണ്ടി, മറ്റൊരു ഉപകാരം അതുകൊണ്ട് ഉണ്ടാകത്തില്ലല്ലോ, വെറും മനുഷ്യൻ്റെ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ എന്നതിൻ്റെ പേരിൽ ആഹ്ലാദത്തിന് വേണ്ടി ടൺ കണക്കിന് ലോകത്ത് ഭക്ഷണമില്ലാതെ മില്യൺ കണക്കിന് ആളുകൾ ബുദ്ധിമുട്ടുന്ന വാർത്തകൾ ആർക്കും അറിയാത്തതല്ല. പക്ഷേ അത് മനസ്സിലാക്കുമ്പോൾ പോലും ആ ഭക്ഷണ സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാകാതെ തങ്ങളുടെ വെറും കുറച്ച് സമയത്തിലെ മണിക്കൂറുകൾ, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് വേണ്ടി പാഴാക്കി കളയുക എന്നുള്ളതാണ് പല ആളുകളും ആഘോഷം എന്നുള്ള സങ്കല്പമായി ധരിച്ചു വെച്ചിരിക്കുന്നത് തന്നെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈദുൽ ഫിത്തർ ദിവസത്തിലാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇസ്ലാമിലെ ഈദിൻ്റെ സങ്കല്പം, ഇപ്പോൾ ഈദുൽ ഫിത്തർ തന്നെ ഉദാഹരണം എടുത്താൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. ഇസ്ലാമിലെ പെരുന്നാൾ തുടങ്ങുന്നത് തന്നെ ഒരു മാസം, റമദാൻ എന്ന് പറയുന്ന മാസം വ്രതശുദ്ധിയോടുകൂടി ആളുകൾ ഭക്ഷണവും പാനീയങ്ങളും അതുപോലെ തന്നെ ഭാര്യ-ഭർത്തൃബന്ധവും മറ്റ് തിന്മകളും വാക്കും നോക്കും പ്രവൃത്തിയും എല്ലാം സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി ആത്മനിയന്ത്രണം സാധ്യമാക്കിയ ഒരു മനുഷ്യൻ ഒരു മാസം മുഴുവൻ നോമ്പെടുക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ആഘോഷ ദിവസത്തിലേക്ക് പെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ, റമദാൻ എന്ന് പറയുന്ന മാസം അവസാനിക്കുമ്പോൾ ഇസ്ലാം ആദ്യമായി പെരുന്നാളിന് മുൻപ്, പെരുന്നാൾ എന്ന് പറയുന്ന ദിവസം വരുന്നതിന് മുമ്പ് തലേന്ന് തന്നെ ഇസ്ലാം ആദ്യമായി നിർബന്ധമാക്കുന്നത് സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്ന ഒരു ദാനമാണ്. അഥവാ ഇസ്ലാമിലെ എല്ലാ ചെറിയവനെന്നോ വലിയവനെന്നോ അഥവാ ചെറിയ കുട്ടിയോ വലിയ മുതിർന്നവരോ ഒന്നും വ്യത്യാസമില്ലാതെ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം ആ രാത്രിയും പകലും കഴിഞ്ഞുകൂടാനുള്ള സമ്പത്തും വസ്തുവകകളും ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ, അതിനേക്കാൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അവർക്കൊക്കെയും ഇസ്ലാം സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയധികം ആളുകൾ, അതായത് മുസ്ലിം സമൂഹത്തിൻ്റെ ബഹുഭൂരിഭാഗം വരുന്ന ആളുകളും ഇതിന് എന്തായാലും കഴിവുള്ള ആളുകളാണ്. അന്നത്തെ ദിവസത്തെ ഒരു ചിലവ് എടുക്കാൻ കഴിയാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഒരു സമൂഹത്തിൽ. അപ്പോൾ ആ ആളുകൾ ഉള്ളവൻ ഇല്ലാത്തവരിലേക്ക് കൊടുക്കുന്ന അന്നത്തെ ദിവസം, പെരുന്നാളിൻ്റെ ദിവസം ഒരു വീട്ടിലും പട്ടിണി ഉണ്ടാകാൻ പാടില്ല, ഒരു വീട്ടിലും ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നൊരു കാർക്കശി ബുദ്ധിയാണ് പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ, പെരുന്നാളിൻ്റെ അന്നല്ല, പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ ഇസ്ലാം നിർബന്ധമാക്കുന്നത്. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് അതിരാവിലെ മുമ്പ് കൊടുത്തു വീട്ടണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം എല്ലാവരും ആ ഒരു സന്തോഷത്തിലും ആഹ്ലാദത്തിലും ആ ആഘോഷത്തിലും പങ്കുചേരണം, എല്ലാവർക്കും ആ ഒരു സന്തോഷം എത്തണം എന്നുള്ള ഇസ്ലാമിൻ്റെ നിർബന്ധ ബുദ്ധിയാണ് ഇവിടെ, ആ ഒരു വാശിയാണ് ഇവിടെ നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഇസ്ലാമിലെ ആഘോഷങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇസ്ലാമിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും രൂപത്തിൽ മറ്റുള്ളവരെ നിർബന്ധിച്ച് ആഘോഷിപ്പിക്കുന്നത് ഏതായാലും ഇല്ല നമുക്കറിയാം. അതുപോലെ തന്നെ മനുഷ്യർ എന്ന് മാത്രമല്ല, സഹജീവികൾ അല്ലെങ്കിൽ അന്തരീക്ഷം, പരിസ്ഥിതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ധൂർത്തടിച്ചുകൊണ്ടോ മലിനീകരണം ഉണ്ടാക്കിക്കൊണ്ടോ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു ആഘോഷവും അല്ലെങ്കിൽ എന്തെങ്കിലും ചടങ്ങും ഇസ്ലാമിൽ ആഘോഷത്തിൽ കാണാൻ കഴിയില്ല. ഇസ്ലാമിൽ 2 ആഘോഷങ്ങളാണുള്ളത്, ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ. വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ നമ്മൾ മലയാളത്തിൽ പറയും. ഈ രണ്ടിലും എന്തെങ്കിലും ഘോഷയാത്രകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കരിമരുന്ന് പ്രയോഗം പോലുള്ള സംഗതികൾ അല്ലെങ്കിൽ മൃഗങ്ങളെയോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ആളുകളെയോ മറ്റോ ഉപദ്രവിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ശബ്ദ മലിനീകരണങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ, ഇതൊന്നും ഇസ്ലാമിൽ നമുക്ക്
പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ലോകത്ത് ഇന്ന് ആഘോഷങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പിന്നെ കാര്യമാണ് കരിമരുന്ന് പ്രയോഗം എന്ന് പറയുന്നത്, പടക്കങ്ങൾ, അതുപോലെ ഫയർ വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യയിലെ തന്നെ അവസ്ഥകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആഘോഷ സമയം കഴിയുമ്പോഴേക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട, ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി അടക്കമുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെല്ലാം അവയുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഭീകരമാംവിധം, ഭയാനകമാംവിധം താഴ്ന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഹസാഡസിലേക്കോ അല്ലെങ്കിൽ സിവിയർ പിന്നെ അത്രത്തോളം പൊള്യൂട്ടഡ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇൻഡെക്സുകളിൽ താഴ്ന്ന രൂപത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ പിന്നെ ഇസ്ലാം ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയല്ല. ആഘോഷം എന്ന പേരിൽ എന്തുമാകാം എന്നുള്ളതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് പരമാവധി നന്മകൾ, നല്ല കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായി ആളുകളിൽ തിന്മ പടരുക എന്നുള്ളതല്ല, നന്മകൾ പടരുക എന്നുള്ളതാണ് ഇസ്ലാം ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മറ്റൊന്നാണ് ആഘോഷങ്ങൾ. ഇപ്പോൾ ഇന്ന് പിന്നെ മറ്റുള്ള പല സംസ്കാരങ്ങളുടെയും അതുപോലെ തന്നെ ലിബറലിസം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല ചിന്താഗതികളുടെയും പിഴച്ച ചിന്താഗതികളുടെയൊക്കെ ഭാഗമായി മുസ്ലിം സമൂഹത്തിനുള്ളിൽ തന്നെ ലഹരി എന്ന് പറയുന്നത് പെരുന്നാളുകളിൽ പോലും വ്യാപകമായി നമുക്ക് കാണാം. മുസ്ലിം ചെറുപ്പക്കാരിൽ തന്നെ ഒരുപാട് ആളുകൾ ലഹരിയിലേക്ക് പോകുന്നത് പിന്നെ മതജാതി ഭേദമന്യേ എല്ലാവരും ആഘോഷം എന്ന് പറഞ്ഞാൽ ലഹരി ഇല്ലാതെ പിന്നെ എന്ത് ആഘോഷം എന്നുള്ള നിലക്കാണ് കാണുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു സമൂഹത്തിനും വ്യക്തിപരമായും സമൂഹത്തിനും അതുപോലെ സ്വന്തം ആരോഗ്യത്തിനും പിന്നെ കുടുംബത്തിനുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ലഹരി എന്ന് പറയുന്നത് ഇസ്ലാം ആഘോഷങ്ങളിൽ എന്നല്ല അല്ലാതെ തന്നെ പൂർണ്ണമായും നിഷിദ്ധമാക്കിയൊരു സംഗതിയാണ്. അത് ആഘോഷത്തിൻ്റെ പേരിലാണെങ്കിലും എന്ത് പിന്നെ ചടങ്ങിൻ്റെയോ അല്ലെങ്കിൽ മറ്റു പേരാണെങ്കിൽ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അത് മദ്യം എന്ന് മാത്രമല്ല, ഇപ്പം നമ്മളൊക്കെ കേരളത്തിലൊരു പിന്നെ ഓണക്കാലത്തൊക്കെ മാധ്യമങ്ങൾ അതിൻ്റെ റെക്കോർഡ് തകർത്തു എന്നുള്ള പേരിൽ കോടികൾ 1000 കോടിയും 900 കോടിയും ഒക്കെയുള്ള മദ്യവിൽപ്പന നടന്നു എന്നുള്ളത് ഒരു റെക്കോർഡ് തകർത്തു എന്നുള്ള പേരിലാണ് മാധ്യമങ്ങളിൽ വലിയ ഹെഡിങ്ങുകളിലായി വാർത്തകൾ വരിക. അതൊരു നോർമലൈസ് ചെയ്യപ്പെട്ടൊരു കാര്യമായി മാറി. അത്രത്തോളം മദ്യം ലഹരി സമൂഹത്തിലേക്ക് ഒഴുകുന്നു എന്നുള്ളതും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും പലപ്പോഴും ആളുകൾ ചിന്തിക്കാറില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അത് ആഘോഷക്കാലത്തായിരുന്നാലും അല്ലാത്തപ്പോഴായിരുന്നാലും കുല്ലു മുസ്കിരിൻ ഹറാം. അത് മദ്യം എന്ന് മാത്രമല്ല, ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ, അത് ഇനി എന്ത് ലേബലൊട്ടിച്ച് വന്നാലും എന്ത് പേരിട്ടാലും, സിന്തറ്റിക് ഡ്രഗ് എന്ന് പിന്നെ രൂപത്തിൽ വന്നാലും, ഏത് രൂപത്തിൽ വന്ന കണ്ടന്റുകൾ മാറിയാലും, ലഹരി എന്നുള്ളത് ഒരു വസ്തു പിന്നെ ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്നുവെങ്കിൽ അതൊക്കെ നിഷിദ്ധമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കാം. അപ്പോൾ എത്രത്തോളം മനുഷ്യനെ പരിഗണിക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ സുരക്ഷയെയും സുഗമമായ മുന്നോട്ട് പോക്കിനെയും പരിഗണിച്ചുകൊണ്ടാണ് ആഘോഷം എന്ന് മാത്രമല്ല ഏതൊരു കാര്യത്തെയും ഇസ്ലാം കാണുന്നത് എന്നർത്ഥം. എന്നാൽ അതിനർത്ഥം ഇസ്ലാമിൽ വിനോദങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പാടില്ല എന്നല്ല. അനുവദനീയമായി ഇസ്ലാമിൽ പെരുന്നാളിന് കൃത്യമായ ആരാധനകളുണ്ട്. പെരുന്നാളിന് നിർവഹിക്കേണ്ട പിന്നെ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മനുഷ്യന് പിന്നെ ഭക്ഷണം അതുപോലെ തന്നെ അനുവദനീയമായ രൂപത്തിൽ ധൂർത്തടിക്കാതെ മറ്റുള്ളവർ കൂടി പങ്കുവെച്ചുകൊണ്ട് തന്നെ ബന്ധങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇസ്ലാം കൃത്യമായി ഓരോ ആഘോഷവേളയിൽ നിഷിദ്ധമായ കാര്യങ്ങളൊന്നും നിർവഹിക്കാതെ തന്നെ ഒരാൾക്ക് വളരെ നല്ല രൂപത്തിൽ കളികളിലും വിനോദങ്ങളിലും ഏർപ്പെടാൻ ഇസ്ലാമിൽ അനുവാദമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാമിൽ ചുരുക്കത്തിൽ നമ്മളൊന്ന് ആഘോഷത്തെ ആ ഒരു ദിവസത്തെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരം കഴിഞ്ഞ് നേരത്തെ തന്നെയാണ് ഇസ്ലാമിലെ പെരുന്നാൾ നിസ്കാരവും. പെരുന്നാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മതപരമായ ഇസ്ലാമിലൊരു ആരാധനയുള്ളത് രാവിലെയാണ്, അഥവാ പെരുന്നാൾ നിസ്കാരവും അതിനോടനുബന്ധിച്ച ഒരു ഖുതുബയും പ്രസംഗവും. അത് നമ്മൾ നോക്കൂ, ഇപ്പോൾ നമ്മളൊരു ഓഫീസ് ടൈം എന്നൊക്കെ പറയുന്നതിന് മുൻപേ രാവിലെ ആളുകൾ നിരത്തിലിറങ്ങി സജീവമാകുന്നതിന് മുമ്പ് തന്നെ വളരെ സുഗമമായി നിർവഹിക്കാൻ കഴിയുന്ന ഒന്നാണത്. അത് പലപ്പോഴും നമ്മൾ കാണാം ഇസ്ലാമിക പെരുന്നാളിൽ ഏതെങ്കിലും ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുന്ന രൂപത്തിൽ പിന്നെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും സംഗതികൾ ആ ഒരു സമയത്ത് ഉണ്ടാകുന്നില്ല എന്ന് നമുക്കറിയാം. അത് രാവിലെ മുസ്ലിങ്ങൾ അതിരാവിലെ തന്നെ അവരുടെ പെരുന്നാൾ നിസ്കാരവും അതുപോലെ തന്നെ ഖുതുബയും ഒക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോഴാണ് പലപ്പോഴും അങ്ങാടികൾ സജീവമാകുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ രംഗത്ത് പോലും ഇസ്ലാം വളരെ സമൂഹത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം ആണ് ഇസ്ലാമിലെ ഓരോ ആരാധനാക്രമങ്ങളും ആഘോഷവേളകളും ഒക്കെ എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസം രാവിലെ പിന്നെ പുറപ്പെടും. ഒരു മൈതാനത്തേക്ക് ആയിരിക്കും പ്രവാചകൻ. സാധാരണ ഒരു മൈതാനങ്ങളിലാണ് പ്രവാചകൻ, തുറന്ന സ്ഥലങ്ങളിലാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാനുള്ളത്. കാരണം അതിലേക്ക് എല്ലാവരെയും പ്രവാചകൻ വരാൻ ആവശ്യപ്പെടുമായിരുന്നു. സ്ത്രീകൾ, കുട്ടികൾ, പിന്നെ എല്ലാവരെയും. ഇപ്പോൾ ആർത്തവകാരികളായ സ്ത്രീകളാണെങ്കിൽ അവർക്ക് നിസ്കാരം പോലുള്ള പിന്നെ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ ആ സമയത്ത് ഇളവുണ്ട്. അവർ നിർവഹിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇസ്ലാമിക അധ്യാപനം. അപ്പോൾ ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞത് അവർ പോലും ഈ ഒരു ആഘോഷവേളയിൽ പ്രവാചകന്റെ സംസാരം കേൾക്കാനും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ആഘോഷവേളയാണ് ആ ഒരു സംഗമത്തിൽ അവർ കൂടി ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആവശ്യമായ വസ്ത്രമില്ലാത്ത പ്രവാചക കാലഘട്ടത്തിലൊക്കെ ദാരിദ്ര്യം കാരണം ആവശ്യത്തിന് തലമറയ്ക്കാനുള്ള തട്ടമില്ലാത്ത സ്ത്രീകൾ പ്രവാചകർ എങ്ങനെ വരും എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ സുഹൃത്തിൻ്റെയോ സഹോദരിയുടെയോ അടുക്കിൽ നിന്ന് ഒരു തട്ടം കടം വാങ്ങിയിട്ടെങ്കിലും സ്ത്രീകളടക്കം, പിന്നെ ആർത്തവകാരികളെ സ്ത്രീകളടക്കം എല്ലാവരും ഈ ആഘോഷത്തിൽ പിന്നെ ആരും ഒഴിഞ്ഞു നിൽക്കേണ്ടതില്ല, എല്ലാവരും ആ ഒരു പെരുന്നാൾ സംഗമത്തിലേക്ക് വരണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. ഹദീസുകൾ വന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന
ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത, ആരെയും നിർബന്ധിക്കാത്ത, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹജീവികൾക്കോ അല്ലെങ്കിൽ പരിസ്ഥിതിക്കോ പരിസരങ്ങൾക്കോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു ആഘോഷമാണ് ഇസ്ലാമിക സങ്കല്പത്തിലെ ആഘോഷം എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാം. അതുമാത്രമല്ല, പലപ്പോഴും ഇന്ന് ആഘോഷങ്ങളെ പിന്നെ തങ്ങളുടെ ഒരു ആഘോഷം അത് പിന്നെ മറ്റുള്ള മതസ്ഥർക്കോ അല്ലെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിറ്റികൾക്ക് മുമ്പിൽ തങ്ങളുടെ ഒരു ശക്തി പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കാനുള്ള ഒരു ടൂളായി ആളുകൾ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവരെ കൂടി പിന്നെ നിർബന്ധിതമായ ആഘോഷത്തിൽ പങ്കുചേർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകൾ വായിക്കുന്നതാണല്ലോ. പക്ഷേ ഇസ്ലാം നേരെ തിരിച്ചാണ്. ഇസ്ലാം പിന്നെ ഒരിക്കലും ഏത് രംഗത്തായിരുന്നാലും ഇത്തരത്തിൽ നിർബന്ധിച്ച് ഏതെങ്കിലും മതപരമായ കാര്യങ്ങൾ പറയുന്നോ മതം സ്വീകരിക്കാനോ ഒന്നും ഇസ്ലാമിൽ നിർബന്ധമില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പിന്നെ പെരുന്നാളിന് പരമാവധി ആളുകളെ കാണാനും ആളുകൾക്ക് ആശംസകൾ പറയാനുമായിരുന്നു പ്രവാചകൻ ശ്രദ്ധിച്ചിരുന്നത്. ആളുകൾക്ക് സന്തോഷം പകരുക എന്നുള്ളതാണ് പെരുന്നാളിൻ്റെ ഒരു മറ്റൊരു ഇതെന്ന് പറയുന്നത്, ആശംസകൾ കൈമാറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ സ്ഥലത്തേക്ക് പോകുന്നത് ഒരു വഴിയിലൂടെയും തിരിച്ചു വരുന്നത് മറ്റൊരു വഴിയിലൂടെയും ആയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അഥവാ അത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത് പരമാവധി ആളുകളിലേക്ക് ആശംസകൾ പറയാനും ആളുകളെ കണ്ട് കുശലം അന്വേഷണം നടത്തി പെരുന്നാളിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനും എന്ന ഉദ്ദേശത്തിലായിരിക്കാം ഒരുപക്ഷെ പ്രവാചകൻ അങ്ങനെ ചെയ്തിരുന്നത് എന്ന് അതിനെ വിശദീകരിച്ച, അതായത് ആ സമയത്ത് പിന്നെ പരസ്പരമുള്ളൊരു ബോണ്ട് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. നേരെ മറിച്ച് അവിടെ ഒരു ക്ലാഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒരിക്കലും ഇസ്ലാം ഉദ്ദേശിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു എലമെന്റ് ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ആഘോഷത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് കൂടി മനസ്സിലാക്കാം. പക്ഷേ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ വിശദീകരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊരു രംഗത്തും ഇസ്ലാം ദൈവിക മതം ഉദ്ദേശിക്കുന്നത് എല്ലാ രംഗത്തും മധ്യമമായ നിലപാടുകളാണ്. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലല്ല മതത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും അതിൻ്റെ ആഘോഷങ്ങളും. സന്തോഷം, മനുഷ്യൻ ആഹ്ലാദം പങ്കുവെക്കണമെങ്കിൽ പോലും അത് ഒരു മഹത്തരമായ ദൈവത്തിന് ഒരു നന്ദി പ്രകടിപ്പിക്കുന്ന, സഹജീവികളെ കൂടി ചേർത്ത് പിടിക്കുന്ന, ഇല്ലാത്തവനെ കൂടി പരിഗണിക്കുന്ന, പിന്നെ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന, മറ്റുള്ളവർക്ക് സന്തോഷം കൂടി പകർന്നു കൊടുക്കുന്ന, നന്മകൾ പകർന്നു കൊടുക്കുന്ന ഒരു വേള ആയിട്ടാണ് ഇസ്ലാം ആഘോഷങ്ങളെ കാണുന്നത് എന്ന് ചുരുക്കം. പക്ഷേ ചിലപ്പോഴെങ്കിലും ചില ആളുകൾ പറയും ഇസ്ലാമിലെ തന്നെ ചില മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന ചില ആഘോഷങ്ങളിലൊക്കെ നമ്മൾ മറ്റു പല ഈ പറഞ്ഞ തിന്മകളും മറ്റു കാര്യങ്ങളും മദ്യവും ലഹരിയും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്ന് പറയാം. അവിടെ അല്ലെങ്കിൽ ഘോഷയാത്രകൾ പോലുള്ളതൊക്കെ ഇസ്ലാമിൽ ദൈവിക മതമായ ഇസ്ലാമിലുള്ളത് ആകെ 2 ആഘോഷങ്ങളാണ്, വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും, ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. ഈ ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും എങ്ങനെയാണ് അതിലെ കാര്യങ്ങൾ എന്നതിലേക്ക് പോകേണ്ടത് നമ്മൾ നേരത്തെ വിശദീകരിച്ച പോലെ പല ഹദീസുകളിലൂടെ പ്രവാചകൻ എങ്ങനെയായിരുന്നു അവിടേക്ക് പോയിരുന്നത്, പിന്നെ എങ്ങനെയായിരുന്നു പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു ഖുതുബ നിർവഹിച്ചിരുന്നത്, പ്രസംഗം നിർവഹിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു മടങ്ങി വന്നിട്ട്, ഇതൊക്കെയും ഹദീസുകളിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. എന്നാൽ ഈ 2 ആഘോഷങ്ങളല്ലാതെ പിന്നീട് പല സംസ്കാരങ്ങളുടെ ഭാഗമായും അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇല്ലാത്ത പല കാര്യങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ ആളുകൾ പുതിയ പല ആഘോഷങ്ങളും ഒക്കെ ഇസ്ലാമിൽ കടത്തിക്കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ പല നാടുകളിലും ഇന്ന് മുസ്ലിങ്ങൾ ആഘോഷിച്ച് വരാറുമുണ്ട്. ആ ആഘോഷങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഈ ദൈവിക മതമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 ആഘോഷങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ആഘോഷങ്ങളിൽ ഒന്നും മനുഷ്യന് ഹാനികരമായതോ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഹാനികരമായതോ അന്തരീക്ഷ മലിനീകരണമോ അല്ലെങ്കിൽ ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്നതോ ആർക്കെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതോ ഒരു കാര്യങ്ങളും മനുഷ്യൻ വെറുതെ ധൂർത്തടിച്ച് ധനം പാഴാക്കി കളയുക, മനുഷ്യൻ്റെ ആരോഗ്യവും സമ്പത്തും പിന്നെ ധൂർത്തടിക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇസ്ലാമിൻ്റെ ആഘോഷം എന്ന് പറയുന്ന സങ്കല്പം അത് എത്രമാത്രം മഹത്തരമാണെന്നും അത് മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്താണെന്നും അത് എങ്ങനെയാണ് മാനവരാശിക്ക് എക്കാലത്തുമുള്ളൊരു പാഠമായി തീരുന്നതെന്നും നമ്മൾ ഈ ഒരു ഈദുൽ ഫിത്തറിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.